അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൽവിൻ, ഇത് അർജുൻ. അപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി BYC അഥവാ ബ്രൂ യുവർ കോഫി എന്നും പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. അത് എന്താണ്, എന്തിനാണെന്നോ അങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അത് എന്താന്നുള്ളത് പറഞ്ഞു തരേണ്ടത് നമ്മളുടെ കടമയാണ്. അപ്പോ അതിനു മുമ്പ് ഞാൻ അർജുനെ പരിചയപ്പെടുത്താം. അർജുന് എന്നെ ആയിരിക്കും കുറെ പേര് മുഖത്ത് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ മൊത്തം അർജുനെ ഹാൻഡിൽ ചെയ്യാറ്. അപ്പോ അതിന്റെ വീഡിയോയുടെ പ്രൊഡക്ഷന്റെ ക്വാളിറ്റിയും എല്ലാവരും കുറെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസ്സിൽ വരുമ്പോഴും പറയാറുണ്ട്, പ്രൊഫഷണൽ സെറ്റപ്പിലാണ് എടുത്തിരിക്കുന്നത്, നല്ലോണം കീപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പോ എപ്പോഴും മാക്സിമം ക്വാളിറ്റി എടുക്കാം. ഓക്കെ, അപ്പോ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ അർജുന കാര്യത്തില്. പിന്നെ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷൻ, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത്. അപ്പൊ അർജുനെ തുടങ്ങണ്ടേ? നീ പറയല്ലേ? പിന്നെ ഇതെല്ലാം തുടങ്ങിയത് എപ്പോഴാ, ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ എന്റെ പണി കമ്പ്യൂട്ടർ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ ഇവൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുക, രാത്രി 3 മണിയാണ്, അപ്പൊ രാവിലെ. അപ്പൊ എന്റെ അടുത്ത് പറയാ, എടാ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ വെച്ചു. ഞാൻ പറഞ്ഞു, ചായ കുടിക്കും, ഇപ്പൊ 3 മണിക്കാ. ഞാൻ പറയാം, എനിക്ക് ഇതുവരെ ഭ്രാന്തുണ്ട്, അപ്പൊ ആടെ അന്ന് ബൈക്ക് എടുത്ത് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അടുത്തൊരു കടയിൽ പോയി. കടയിൽ പോയിട്ട് ഇങ്ങനെ നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ 3 മണി തോട്ട്സ് ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കുന്നത്, എടാ നമ്മൾ ഇത്രയും 4 വർഷം ഇവിടെ, നമ്മൾ 4 years 4 വർഷം ഇവിടെ നിന്നിട്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടി എന്ത് ചെയ്തുവോ, നമ്മൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാ, നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, പണിയെടുക്കുന്നു, പ്ലേസ്മെന്റ് തപ്പുന്നു, പക്ഷെ നമുക്കൊന്നും കൂടെ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത പോലെ. പഠിച്ചു, ഇവിടെ നിന്ന് ഇറങ്ങി പോയി, ആ ഒരു സംഭവം അല്ല, അതെന്തെങ്കിലും കൊടുക്കണം എന്നൊരാഗ്രഹം. പിന്നെ അതെല്ലാം നമ്മൾ നോക്കിയപ്പോ നമ്മളൊന്നും ബ്രെയിൻ സ്റ്റോം ചെയ്തോണ്ടിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനും ജൂനിയേഴ്സിനോ എന്തെങ്കിലും കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടത്, ഇപ്പോൾ KTUവിലായാലും കോളേജിലൊന്നും സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ കമ്പനി പോകുന്നു, സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നു. കാരണം അടിപൊളി സാധനം ചെയ്തിട്ടും അതൊന്നും ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും വലിയ വലിയ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കുണ്ടല്ലോ, നമുക്കും തുടങ്ങണമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ BYC തുടങ്ങിയത്. ഇപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു വിഷൻ, ഒരു ചെറിയ തുടക്കത്തിൽ ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ വരുന്ന പിള്ളേര് അല്ലെങ്കിൽ ജൂനിയേഴ്സിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക. എങ്ങനെ തുടങ്ങി, എപ്പൊ തുടങ്ങി, നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങനെ തുടങ്ങി, എപ്പൊ തുടങ്ങി, ഇത് തന്നെ. ഇപ്പോ നമ്മളിപ്പോ 4 വർഷം കോളേജ് കണ്ടു, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, പല ഫീൽഡ് ഇതിലൂടെ പോയിട്ടുണ്ട്, അപ്സും ഡൗൺസും, കുറെ ധ്വനി, ദൃഷ്ടി, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്ക് വാല്യൂ തരുന്നത്, നമുക്ക് സന്തോഷം കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഇഷ്ടം, നമുക്ക് എന്താണ് വാല്യൂ അടിയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും അതാണ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ആ ഒരു ഇതിലേക്ക് വരുമ്പോ ഫസ്റ്റ് ഇയറും പിന്നെ 4th ഇയർ പ്ലേസ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അതാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിൽക്കുന്ന ഫസ്റ്റ് ഇയേഴ്സിനോട് പറയാനുള്ളത്, ഫസ്റ്റ് ഇയേഴ്സ് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത്, അത്ര സമയമുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഇയർ ആയാലും ഇപ്പോ ക്ലബുകളിൽ ചേർന്ന റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തലയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ഒബ്വിയസ്ലി ട്രൈ ചെയ്യാം. അതല്ല, ഇപ്പോൾ ഫസ്റ്റ് ഇയർ വരുന്ന സ്പെസിഫിക്കലി എടുത്ത് പറയുകയാണെങ്കിൽ, യു ഡോണ്ട് ഹാവ് മച്ച് ടു ലൂസ്, റൈറ്റ്? ഒന്നുമില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ. മെയിൻ ആയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്തും നേടിയെടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് പ്രത്യേകം പറയുകയാണെങ്കിൽ. അപ്പോ വരേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക, അതിനെന്ത് ചെയ്യണ്ടേ, എക്സ്പ്ലോർ ചെയ്യുക. അർജുന്റെ എടുത്ത് പറയുകയാണെങ്കിൽ നല്ല കോമഡിയാ, എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി എക്സ്പ്ലോറേഷൻ. ഫസ്റ്റ് ഇയർ വന്നിട്ട് എന്തൊക്കെയാണ് നീ ചെയ്തിട്ടുള്ളത് ബിസിനസ് ഒക്കെ ആയിട്ട് പറയണോ? അത് വേറൊരു സെഗ്മെന്റ് റെക്കോർഡ് ചെയ്ത് വരച്ചു കൊടുക്കുന്നു, എന്തൊക്കെ അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ, അർജുന്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഹാർമോണിയം കയ്യില്, ഗിറ്റാർ കയ്യില്, കാലിൽ ഇങ്ങനെ കിളിക്കുന്ന ഒരു സാധനം വെച്ചൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കി നല്ല രസമായിരിക്കും. അപ്പൊ എക്സ്പ്ലോർ ചെയ്തൊക്കെ പറഞ്ഞ അമ്മാതിരി പ്രാന്തന്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുള്ള ഒരാളാണ് നമ്മളെ അർജുൻ ഭായി. അപ്പോ ലൈക്ക് അങ്ങനെ ട്രൈ ചെയ്യാ, എല്ലാം റെഡി ആണെന്നില്ല. ഇപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാ, ഞാൻ ഇത് പറയാറുണ്ട് സ്റ്റുഡൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത്, പക്ഷെ എല്ലാവർക്കും ഒരു പേടിയാണ്. ഇപ്പൊ ഞാൻ കുറെ ഓൺടർപ്രണർഷിപ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും പ്രശ്നം ആ സ്റ്റാർട്ടിങ് ട്രബിൾ, ഫിയർ ഓഫ് സ്റ്റാർട്ടിങ് സ്റ്റഫ്. അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്യാൻ ചോദിച്ചത്.
അപ്പൊ അതിനുള്ള ഒരു മാർഗം തന്നെയാണ്, ഒരു വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് വഴി എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ഒരു സാധനം ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാം. അപ്പൊ അവരെങ്ങനെയാ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടു പഠിക്കുമ്പോഴേക്കും വിൽ കം ടു യുവർ റിയലൈസേഷൻ ദാറ്റ് ഈ കാണുന്ന എല്ലാ വലിയ സാധനങ്ങളും നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാരൊക്കെ തന്നെയാണ്, നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് ഈ വലിയ കാര്യങ്ങളൊക്കെ പണിതത്. സോ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ആ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാം. അപ്പൊ അതുപോലൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേണം. നമ്മൾ അതന്നെയാണ് BYC-ലൂടെ കൊണ്ടുവരാം. അതിപ്പോ നമ്മളിപ്പോ പ്ലേസ്മെന്റ്സിന്റെ കാര്യങ്ങൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റിക്വയർമെന്റ് പോസ്റ്റ് ഇപ്പൊ പ്ലേസ്മെന്റ് സീസൺ നടക്കുകയായിരുന്നു. അപ്പൊ പിള്ളേർക്ക് വേണ്ടതും അല്ലെങ്കിൽ ഇപ്പൊ ജോലീസ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ വേണ്ടത് എങ്ങനെ തുടങ്ങി, എങ്ങനെ ചെയ്യണം, ഒരു ഫോളോ ചെയ്യേണ്ട ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അതറിയില്ല. അതിനു വേണ്ടി മാത്രമാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ഒരു സീരീസ് ആണ്, ഒരു പ്ലേലിസ്റ്റ് ആണ്. നമ്മളുടെ പ്ലേസ്മെന്റ് സീരീസ് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് പ്ലേലിസ്റ്റ് ആണ്. വേറെയും സ്റ്റെപ്സ് വരും. ഇപ്പൊ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്സ് എങ്ങനെ സ്റ്റാർട്ടപ്പ് ലൈക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വേണ്ട എന്ത് തുടങ്ങുകയാണെങ്കിലും മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്താ? കോൺഫിഡൻസ് എങ്ങനെ വരുന്നേ ചെയ്തിട്ട്. അപ്പോ ഒരു ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന അല്ലെങ്കിൽ പുതിയ പിള്ളേർ കോളേജിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന പിള്ളേർക്ക് ചെയ്യാൻ പറ്റാവുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ആയിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഇപ്പൊ റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന പ്രോബ്ലം കണ്ടുപിടിക്കുന്ന ഒരു സംഭവം, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന വേറൊരു സംഭവം. സൊല്യൂഷൻ ഇപ്പോ നമുക്ക് സോഫ്റ്റ്വെയർ രീതിയിൽ സൊല്യൂഷൻസ് ആണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് വേണം. നമ്മൾ വെറുതെ റോട്ട് ലേൺ ചെയ്ത് കുറെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എഞ്ചിനീയറിംഗ്? പ്രോബ്ലം സോൾവിങ്, റൈറ്റ്? അപ്പോ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു ടാസ്ക് ആണ്. അത് പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്യുക. അങ്ങനെ വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിയലൈസേഷൻ വരും, നമ്മൾ കാരണം ഇത്രയും പേർക്ക് യൂസ് ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അടുത്ത് ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു, നമ്മുടെ KTU പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു BTech പഠിക്കുന്ന പിള്ളേരുടെ പെയിൻ പോയിന്റ് എന്താ? പെട്ടെന്ന് എക്സാമിന്റെ തലേദിവസം എന്തെങ്കിലും പഠിക്കണം, പാസ്സായി പോവാ. അതിന് KTU വെബ്സൈറ്റ് ഉണ്ട്, KTU നോട്ട്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര ആഡ് കണ്ടിട്ടുണ്ടെന്ന് അറിയും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ലൈക് വെബ്സൈറ്റിന്റെ ക്ലാരിറ്റിയോ അതിലല്ല, ആ ഐഡിയയിലാണ്. കാരണം എല്ലാവർക്കും അറിയാം കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ് എന്താണ്, അവിടെ ഹിറ്റ് ചെയ്യുന്നത് എത്ര ആൾക്കാരായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വെബ്സൈറ്റ്, അപ്പോ അതാണ് നമ്മളുടെ പെയിൻ പോയിന്റ് അനലൈസ് ചെയ്യാനുള്ളതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിഫറെന്റ്, ഇപ്പൊ ഓരോ ആൾക്കാർ ഓരോ ഡിഫറെന്റ് പാത്സിലൂടെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഓരോ പാത്തും നമ്മള് ഓരോ ആൾക്കാർ എത്തിപ്പെടുന്നത് ഓരോ ഡിഫറെന്റ് പാത്സിലൂടെയാണ്. അപ്പൊ നമ്മൾ അതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും അത് അറിഞ്ഞാലാണ്, ഇപ്പൊ നമ്മളറിയാം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ സിനിമ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതിന് ബാക്കിൽ സ്ക്രിപ്റ്റ് ചെയ്തതും അങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ട്, അതാരും കാണുന്നില്ല. അപ്പൊ അതൊക്കെ അന്ന് ലിറ്റിൽ ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ എന്താ നടക്കുന്നത് അതറിഞ്ഞാല് നമുക്ക് ആ ഒരു എങ്ങനെ അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ സീരീസിലൂടെ നോക്കുന്നത്. എന്താണെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക, മുമ്പോട്ട് വരിക, ചെയ്യുക. എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് തോട്ട് വന്ന സംഭവം ഡെഡായി. ജസ്റ്റ് ഡു ഇറ്റ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ സംഭവം തുടങ്ങിയ പോലെ തന്നെ ഒരു പ്ലാനിങ്ങോ കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു പോഡ്കാസ്റ്റ് എടുക്കണം എന്നൊക്കെ. പക്ഷെ ഒരു പുലർച്ചെ 3 മണി നേരത്ത് വെറുതെ വരുന്നു, പറയുന്നു, ഒറ്റ ഷോട്ടില് പോയി എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഞങ്ങള് 3 ചായ കുടിച്ചത്, ഒരാൾ 3 ചായ വെച്ച് കുടിച്ചിട്ട് സംഭവം എടുത്തത്. അപ്പോ സംഭവം ചെയ്യാം. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇഫ് യു നീഡ് ടു സ്റ്റാർട്ട് സംതിങ്, സ്റ്റാർട്ട് നൗ. അത്രേ ഉള്ളൂ. തുടങ്ങാണെങ്കിൽ ഇപ്പൊ തുടങ്ങാം, വേറെ വെയിറ്റ് ചെയ്യണ്ട. ആരെ പേടിക്കുന്നേ? പൊട്ടണെങ്കിൽ പൊട്ടട്ടെ, ചെയ്ത് തുടങ്ങാം. പഠിക്കും. അതന്നെ, എത്ര കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് സംഭവം ചെയ്താലും ആദ്യമൊന്നും പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ജസീമിന്റെ ഞങ്ങളെടുത്ത പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞ റീകോഡ് ചെയ്യുമ്പോൾ തന്നെ പറ്റില്ല. എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും ലൈക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്ന ഒരു സമയം എടുക്കും. അപ്പൊ ജസ്റ്റ് ട്രൈ. കാരണം ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്യാനുള്ള ഒരു സത്യം പറഞ്ഞ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പോലെ വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. വീഡിയോസ് മാത്രമല്ല, ആരെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായി നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. കാരണം ഫസ്റ്റ് ഇയർ സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, കയ്യിൽ പോകാൻ ഒന്നുമില്ല. വരിക, പഠിക്കേണ്ട സാധനങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അതെന്തായാലും ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഈ തലേദിവസം പഠിക്കുന്ന പരിപാടി സത്യം പറഞ്ഞൊരു യൂസ് ഇല്ല.
നമ്മൾ കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലേക്ക് ഇറങ്ങിയ ഡെപ്തി പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ് ഉണ്ടാവും. അത് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, അതല്ല വേറെ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ളവർ അത് ചെയ്യുക. വെറുതെ ഇരുന്നിട്ട് ഒരാളും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ജസ്റ്റ് ഡു ഇറ്റ്. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ എക്സ്പ്ലോറേഷന്റെ ഒരു സർഫസ് ചെയ്ത് നമ്മൾ കൂട്ടിത്തരിക. ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത്, കോളേജിൽ ഇതൊക്കെയാണ് നടക്കുന്നത്, സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ അറിയണം. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ഒരു കാര്യം, നമ്മളെ സിലബസ് ഒക്കെ മാറിയിട്ടില്ലേ, ഇത് പഠിച്ചോളാം, പിന്നെ കുറച്ചൊക്കെ തള്ളാം. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് വരിക കാണാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്.